എം. പത്മകുമാറിൻ്റെ ജോസഫ് എന്ന ചിത്രം വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ്. നിരവധി കേസുകൾ പരിഹരിക്കാൻ ജോസഫിനെ പോലീസ് ഇപ്പോഴും തേടുന്നു. അവൻ മൂർച്ചയുള്ളതും സൂക്ഷ്മമായ നിരീക്ഷകനുമാണ്. അയാൾക്കൊരു ക്രൈം സീൻ നൽകുക, കുറച്ച് സമയത്തിനുള്ളിൽ അയാൾക്ക് കുറ്റവാളിയെ തിരിച്ചറിയാൻ പോലും കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ജീവിതം വിജയകരമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത ജീവിതം ദുരന്തപൂർണ്ണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ചിത്രീകരിക്കുന്ന രംഗങ്ങൾ വളരെ മികച്ച രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു കേസ് തീർത്ത് വീട്ടിലേക്ക് വരുമ്പോൾ മകളുടെയും ഭാര്യയുടെയും ഓർമ്മകൾ വേട്ടയാടുന്ന ഏകാന്തനായ മനുഷ്യനാണ് നമുക്ക് കാണാൻ കഴിയുക. ഭാര്യ മരിച്ചതാണോ, മദ്യപാനം മൂലം അവനെ ഉപേക്ഷിച്ചു പോയതാണോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഉപേക്ഷിച്ചതാണോ? പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്തുന്നതിൽ തിരക്കഥാകൃത്ത് ഷാഹി കബീർ വിജയിച്ചു. സിനിമ പുരോഗമിക്കുമ്പോൾ ഭൂതകാലവും വർത്തമാനകാലവും കൃത്യമായി സമന്വയിപ്പിക്കപ്പെടുന്നു. ഒപ്പം തൻ്റെ യൗവനകാലത്തെ ഒരു മുറിവാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചതെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. കാലക്രമേണ തൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഹരിക്കേണ്ടതുണ്ടെന്ന് ജോസഫ് മനസ്സിലാക്കുന്നു. ജോജു ജോർജിനെ പോലൊരു നടനെ സംബന്ധിച്ച് ജോസഫ് നിസ്സംശയം പറയാം. അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും ശരീരഭാഷ ഇതെല്ലാം സിനിമയ്ക്ക് അത്രയ്ക്ക് അനുയോജ്യമാണെന്ന് തോന്നി. മറ്റെല്ലാ താരങ്ങളും തങ്ങളുടെ വേഷങ്ങളെ നന്നായി അവതരിപ്പിച്ചു. ഈ ചിത്രത്തിൽ 2 പുതുമുഖ നായകന്മാരാണ് ഈ ചിത്രത്തിലൂടെ ഇൻഡസ്ട്രിയിലെത്തിയത്. ഒരു ത്രില്ലർ മിസ്റ്ററിയും ഫാമിലി ഡ്രാമയും എന്ന ആശയവുമായി എഴുത്തുകാരൻ ഇടപഴകുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ചിലപ്പോൾ ആശയക്കുഴപ്പത്തിലായി കാണപ്പെടുന്നു. എന്നാൽ വളരെ നിർണായകരമായ ഒരു വിഷയത്തിൽ സിനിമ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ അത് വളരെ അപൂർവമായേ പ്രാധാന്യമുള്ളൂ. അപ്പോത്തിക്കിരി പോലുള്ള ചുരുക്കം ചില സിനിമകളിൽ മാത്രം എടുത്തിട്ടുള്ള ഒരു പ്രമേയം. അപ്പോത്തിക്കിരിക്ക് വിശാലമായ സമീപനം ഉണ്ടായിരുന്നെങ്കിലും സന്ദേശം നൽകുന്നതിന് ജോസഫിന് കൂടുതൽ കൃത്യമായ മാർഗമുണ്ട്. വിസ്മയിപ്പിക്കുന്ന സംഗീതവും ശബ്ദം, ക്യാമറ ആംഗിളുകളും എല്ലാം പത്മകുമാർ കഥയെ വിവരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയായില്ല. സസ്പെൻസും വികാരങ്ങളും തികച്ചും പാക്ക് ചെയ്യുന്ന ജോസഫ് ഉറച്ച കഥാഗതിയുള്ള ഒരു ആകർഷകമായ ത്രില്ലറാണ്.